കാരാട്ട് എന്തിനിങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചുവെന്ന് മറു ചോദ്യം ചോദിക്കുകയാണ് ശ്രീ സത്യൻ മുഖേരി. അതും മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രതിപക്ഷമായി CPI എന്ന് എന്തിന് വിമർശനം ഉന്നയിച്ചുവെന്ന്. അതോടൊപ്പമാണ് മറ്റ് കാര്യങ്ങളും അദ്ദേഹം പറയുന്നത്. അതല്ല, കോഴിക്കോട് കാരാട്ടിന്റെ പത്രസമ്മേളനം വിളിച്ചിട്ട് CPIക്കാർ പ്രതിപക്ഷത്തെ പോലെ പെരുമാറുന്നു എന്ന് പറയുകയല്ല ഉണ്ടായത്. ഈ നാട്ടില് കാനൻ രാജേന്ദ്രൻ എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമെന്നും CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്നും പറയുന്ന നേതാവ് നാട് നീളെ നടന്ന് CPIഎമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനുമെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആക്ഷേപം CPI സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുന്നുണ്ടല്ലോ, എന്താണ് അതിന് കാരണം എന്ന ചോദ്യത്തിനാണ് പ്രകാശ് കാരാട്ട് മറുപടി പറഞ്ഞത് CPI പ്രതിപക്ഷത്തെ പോലെ പെരുമാറുകയാണെന്ന്. അല്ലാതെ പെട്ടെന്ന് കാരാട്ടിന് എന്തോ ഒരു ബോധോദയം ഉണ്ടായിട്ട് പറഞ്ഞതല്ലോ. ആ ഭാഗം മാത്രം മറച്ചു വെച്ചുകൊണ്ട് ഈ പറയുന്നത് എന്തായാലും എന്റെ പ്രിയ സുഹൃത്ത് സത്യൻ മുഖേരിക്ക് ചേർന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്നത് ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കരുണാകരനെയും ആന്റണിയുടെ കാര്യം പോയി, നിങ്ങളെന്താ അച്യുതമേനോന്റെ കാര്യം പറയാത്തത്? ഇന്നലെ വർഗീസിനെ മോശമാക്കി പറഞ്ഞോ എന്ന് കാര്യം പറഞ്ഞല്ലോ. യഥാർത്ഥ വർഗീസിനെ കൊന്നപ്പോ ആരായിരുന്നു മുഖ്യമന്ത്രി? എപ്പോഴാണ് അച്യുതമേനോൻ അല്ലെങ്കിൽ CPI നേതൃത്വം വർഗീസിനെ കൊന്ന് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ളത്? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ ചോദ്യം നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്. രാജനെ കക്കയങ്ങാമ്പിനെ കൊല്ലുമ്പോ ആരായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി? അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് പിന്നെ കൂട്ടുകൂടാൻ പാടുണ്ടോ എന്ന് ഇപ്പോ രമൺ ശ്രീവാസ്തവയുടെ കാര്യം പറഞ്ഞല്ലോ. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്രീ കാനൻ രാജേന്ദ്രൻ. ഇതിനു മുമ്പ് LDF ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഗവൺമെന്റ് കാലത്ത് രമൺ ശ്രീവാസ്തവ പോലീസിന്റെ തലപ്പത്തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് CPIക്ക് സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു വിളിയം മാർഗവനെ പോലെയുള്ള ആളുകൾ. അവരെയും കൂടി തള്ളിപ്പറയല്ലേ ഇത്? അപ്പൊ ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ഈ കണ്ണടച്ചിരുട്ടാക്കുന്നത് എന്തിനാ? LDFനെ നന്നാക്കാനല്ല, ഗവൺമെന്റിനെ നന്നാക്കാനുമല്ല, മറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പൊ പറഞ്ഞു കോൺഗ്രസിന് പിന്നെ ഈ അവസ്ഥക്ക് കാരണം അല്ലെങ്കിൽ BJP ജയിക്കാൻ കാരണം ഇടതുപക്ഷ കക്ഷികളുടെ നയമാണെന്ന്. ഉത്തർപ്രദേശിലെ ഏത് ഇടതുപക്ഷ കക്ഷികളാണ് ഈ ഉപ്പ് വെച്ച കലം പോലെ കോൺഗ്രസിനെ നശിപ്പിച്ചത്? അല്ല മനോജെ, ഉത്തർപ്രദേശിലെ കാൺപൂരിലാണല്ലോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മം കൊണ്ടത്. അവിടെ പണ്ട് 16-18 MLA ഉണ്ടായിരുന്നല്ലോ മനോജെ. ഇപ്പൊ കെട്ടിവെച്ച കാശുണ്ടോ ഉത്തർപ്രദേശിൽ? നിങ്ങള് 16 കൊല്ലക്കാലം നിരാഹാര സമരം വഹിച്ച ഈറോം ശർമ്മളയ്ക്ക് മണിപ്പൂരിൽ പിന്തുണ കൊടുത്തു. ആകെ വോട്ട് 92. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എത്ര? വർത്തമാനം പറഞ്ഞാൽ ആളുകൾ നിരാഹാരം കടന്ന ഈറോം ശർമ്മളയ്ക്ക് മണിപ്പൂരിൽ മാർക്സിസ്റ്റ് പാർട്ടി പിന്തുണ കൊടുത്തു. ആകെ കിട്ടിയ വോട്ട് 92. ശ്രീ സത്യൻ മുഖേരി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബംഗാളിലെ കാര്യം ഓർക്കണമെന്ന് സത്യൻ മുഖേരി സൂചിപ്പിക്കുകയുണ്ടായി. ഈ ബംഗാളിലെ കാര്യം പറഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് തന്റെ ലേഖനത്തിൽ പറയുന്നത് BJP തൃണമൂൽ കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടുള്ള ഗൂഢാലോചനകളും മറ്റുമാണ്. പക്ഷേ അതിൽ CPI തൃപ്തരല്ല. അതുകൊണ്ടാണ് അവർ വീണ്ടും ഉന്നയിക്കുന്നത് ബംഗാളിലെ കാര്യം ഓർക്കണമെന്ന്. അല്ല, എല്ലാ കാര്യവും CPIയെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർ അന്നേരം പറഞ്ഞ ദേശീയ ജനാധിപത്യ വിപ്ലവത്തിന്റെ പരിപാടി CPM ഏറ്റെടുക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ടാണ് CPM കുറെ വ്യത്യാസം CPM-നുണ്ട്. അതൊരു കാര്യം. ബംഗാളില് തെറ്റ് പറ്റിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പാർട്ടിയും പറയുന്നില്ല. ബംഗാളിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇവര് CPM-ന്റെ കുറ്റം മാത്രം അല്ലെങ്കിൽ CPM-ന്റെ പ്രശ്നങ്ങൾ മാത്രം കാണുകയും ഇവർക്ക് യാതൊരു പങ്കാളിത്തമില്ല. കാരണം അവര് തന്നെ സമ്മതിക്കുന്ന അവരവിടെ ഒരു തരത്തിൽ ഇടപെടാൻ പറ്റാത്ത ഒരു ദുർബലമായ കക്ഷിയാണെന്ന് അവർ തന്നെ സംഭവിച്ചു. എനിക്കൊന്നും പറയാനില്ല. അല്ല, അതിൽ അവർക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ CPIയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയല്ലേ UDF BJP ഗൂഢാലോചന വാദം ഇവിടെ ഉന്നയിക്കുന്നത്? UDF-ഉം BJP-യും ഈ സമരരംഗത്ത് ആദ്യം ഇറങ്ങിയ കക്ഷികളല്ലല്ലോ. ഈ സമരം തുടങ്ങിയതിനു ശേഷം ഈ ഹർത്താൽ പ്രഖ്യാപിച്ച കാര്യമാണ് ഈ ഗൂഢാലോചന എന്ന രീതിയിൽ കോടിയേരി ബാലകൃഷ്ണൻ ലേഖനത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. എന്ന് മാത്രമാണോ മഞ്ജുഷേ? യഥാർത്ഥത്തിൽ April 5 തെരഞ്ഞെടുക്കുന്നതും April 5-ന് ആസൂത്രിതമായി. പിന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്ന് ചോദിച്ചിരുന്നല്ലോ, നിങ്ങൾ പോലീസ് അയക്കുന്ന വണ്ടിയിൽ നിങ്ങൾ വന്നുകൂടെ എന്ന്. പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ നമുക്കറിയാം, അവിടുന്ന് അറസ്റ്റിലായ ആളുകളെ അറിയാം. അവരെ ന്യായീകരിക്കാൻ നമുക്ക് പല മാർഗങ്ങളുണ്ടാവും. പക്ഷെ അവരുടെ ചരിത്രം അറിയാം, അവരുടെ ഇടപെടലിന്റെ ഏതൊക്കെ രീതികൾ എന്ന് അതെന്നറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ CPIക്കാർക്ക് പറയാം, CPM-നെ നേരെ കുറ്റപ്പെടുത്താൻ. പക്ഷേ ഈ പറഞ്ഞതുപോലെ UDF BJP ഗൂഢാലോചനാവാദം തെളിയിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ല, ആരുടെയും അറസ്റ്റും ഉണ്ടായിട്ടില്ല. ശ്രീ ജെ.ആർ. പത്മകുമാർ, പൊതുസമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇടപെടുന്നത് സ്വാഭാവികമല്ലേ? CPM ഇന്നുവരെ കേരളത്തിലും ദേശീയ തലത്തിലും നടത്തിയിട്ടുള്ള സമരങ്ങളെല്ലാം രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സമരങ്ങളായിരുന്നോ?
ഒന്നുമല്ലല്ലോ. പൊതുസമൂഹത്തിൽ നടക്കുന്ന ഈ ജനാധിപത്യ ധ്വംസനങ്ങൾക്കും എന്ന് അവർ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഇടപെട്ടിട്ടുണ്ടല്ലോ. പോലീസ് ആസ്ഥാനത്ത് ഡൽഹിയിൽ പോയിട്ടില്ലേ, യെച്ചൂരി പോയിട്ടില്ലേ? എന്തായിരുന്നു മുജീബുമായിട്ടുള്ള രക്തബന്ധം യെച്ചൂരിക്ക്? ഒരു ബന്ധവുമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത് ഇടപെടും. ഇത് മനസ്സിലാക്കാതെ ഈ വെറുതെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ബാലിശമാണ്. അവരവരുടെ തെറ്റ് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഈ അവസ്ഥ ഉണ്ടായി? ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു ആള് 60-ാം വർഷത്തിൽ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അങ്ങനെയാണ് അവർ വന്നിരുന്നുവെങ്കിൽ, സമരത്തിന് മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ച പ്രത്യയശാസ്ത്രം അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ? കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ചില ഗൂഢാലോചനയാണ് ഇതിനുള്ള മറുപടിയായി CPM സംസ്ഥാന സെക്രട്ടറി ഉന്നയിക്കുന്നത്. ഇപ്പോൾ അവരുടെ നാടായ നാദാപുരത്തും വളയത്തും ഇടതുപക്ഷ തൊഴിലാളി പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനുള്ള മുതലെടുപ്പ് രാഷ്ട്രീയം അരങ്ങേറിയിരുന്നു. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സർക്കാർ വിരുദ്ധ പ്രകടനവും ഈ സമരത്തിന്റെ ഭാഗമായി, അതായത് DGP ഓഫീസിന് മുന്നിൽ ഈ സമരം നടന്നതിന് തൊട്ടു പിന്നാലെ നടത്തുകയുണ്ടായി. അത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു. പക്ഷേ അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ അവിടുത്തെ ആളുകൾക്ക് കഴിഞ്ഞു. ഈ മണ്ണ് നന്ദിഗ്രാമാകില്ല എന്നാണ് അവർ അവിടെ പ്രഖ്യാപിച്ചത്. അതായത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഗൂഢാലോചന അവിടെ പൊളിഞ്ഞു എന്ന്. മഞ്ജുഷേ, ഇതൊക്കെ വെറും അടിസ്ഥാനരഹിതമായ വാദമുഖങ്ങളാണ്. കാരണം ഞാൻ ഈ വളയത്ത് പോയതാണ്. വളയത്ത് അവിഷ്ണ നിരാഹാരം നടത്തുമ്പോൾ ആ വീട്ടിൽ ഞാൻ പോയതാണ്. അതൊരു മാർക്സിസ്റ്റ് ഗ്രാമമാണ്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി അല്ലാത്ത ആരെയും പ്രവർത്തിക്കാൻ ഇവർ അനുവദിക്കത്തില്ല. ആ ഗ്രാമത്തിൽ നിന്നാണ് ഒരു കുടുംബം നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിച്ചത്. അവരുടെ പോരാട്ട വീര്യം നമ്മൾ മനസ്സിലാക്കണം. അവരുടെ നിശ്ചയദാർഢ്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മനോജ് ഉന്നയിച്ച ആരോപണം, അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ച അതേ ആരോപണം പത്രസമ്മേളനം നടത്തി ഒരാൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അതാരാന്ന് മഞ്ജുഷ് മനസ്സിലാക്കണം. നമ്മുടെ തോക്കുസ്വാമി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത് BJPയും കോൺഗ്രസും കൂടി നടത്തിയ ഗൂഢാലോചനയാണ്. അപ്പോൾ ഈ ഗൂഢാലോചനയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ പത്രസമ്മേളനം നടത്തി. അപ്പം ഗൂഢാലോചന നടന്നെങ്കിൽ ആ ഗൂഢാലോചന നടത്തിയത് DGP ആണ്. കാരണം സാമാന്യ യുക്തി കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യം അസാമാന്യ ശക്തി കൊണ്ട് പരിഹരിക്കാനാണ് DGP ശ്രമിച്ചത്. 14 പേരിൽ നിന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ 60-ാം വാർഷികമാണ് അന്നെന്ന് DGPക്ക് അറിയില്ലേ? മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? കോടിയേരി ബാലകൃഷ്ണൻ അറിയില്ലേ? അപ്പം ഒരു മാർക്സിസ്റ്റ് ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന മഹിജയെ വിളിച്ച് നമ്മുടെ ഗവൺമെന്റിന്റെ 60-ാം വാർഷികമാണ്, EMSന്റെ ഗവൺമെന്റ് 60-ാം വാർഷികമാണ്, ദയവായി ഈ ദിവസം ഒന്ന് മാറ്റിവെക്കാൻ പറഞ്ഞാൽ ആ സ്ത്രീ ആ നിമിഷം അത് മാറ്റിവെക്കുമല്ലോ. പക്ഷെ അതിന് ഒറ്റ വിശദീകരണം മാത്രമേ കോടിയേരി ബാലകൃഷ്ണൻ നൽകുന്നുള്ളൂ. കുടുംബാംഗങ്ങളെ കരുവാക്കി LDF സർക്കാരിനെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന പല തലങ്ങളിൽ നടന്നിട്ടുണ്ട്. അതാണ് ആ ദിവസം തന്നെ പ്രതിഫലിച്ചത്. ഈ കുടുംബം 14 പേര് അവിടെ ടിക്കറ്റ് ഉൾപ്പെടെ കൊണ്ടുവന്ന DGPയെ കാണിച്ചു. ഞങ്ങൾ 14 പേര് ലോക്കൽ കമ്മിറ്റി എടുത്ത് യാത്ര അയച്ചു വന്ന് ഞങ്ങൾ 14 പേരും അതിലേക്ക് പോകണ്ട. അത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ നിലപാടല്ല ഇടത് നിലപാടാണ് തങ്ങളുടേതെന്ന CPIയുടെ വാദം കോടിയേരി ബാലകൃഷ്ണൻ നാളെ എങ്ങനെ പ്രതിരോധിക്കും? ഇടവേളയ്ക്ക് ശേഷം. പ്രതിപക്ഷ നിലപാടല്ല ഇടത് നിലപാടെന്ന CPIയുടെ വാദം കോടിയേരി ബാലകൃഷ്ണൻ എങ്ങനെ പ്രതിരോധിക്കും? ശ്രീ CR നീലകണ്ഠൻ, ഇന്ന് CPI കേന്ദ്ര നേതൃത്വവും ഇതേ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ ദുർബലമാക്കുന്ന നിലപാട് ഇടത് സർക്കാരിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന ഇടത് നിലപാടാണ് CPIയുടേതെന്ന് ഈ ഒരു ലേഖനം വെച്ച് ഇതിനെ പ്രതിരോധിക്കുവാൻ കോടിയേരി ബാലകൃഷ്ണന് കഴിയുമോ? ഒരിക്കലുമില്ല. ഇപ്പം നന്ദിഗ്രാമിനെ കുറിച്ച് പറഞ്ഞു. നന്ദിഗ്രാം സിംഗൂർ നടക്കുമ്പോൾ ഒരുപാട് വിമർശനം ബംഗാളിലും അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലും ഇതുപോലെ ചാനൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ CPM നേതാക്കന്മാർ 100% ഒരു തെറ്റും നന്ദിഗ്രാമിൽ പറ്റിയിട്ടില്ല, ഒരു പ്രശ്നവുമില്ല, ഇത് പ്രതിപക്ഷം ഉണ്ടാക്കുന്ന ഗൂഢാലോചനയാണ്, നുഴഞ്ഞുകയറ്റമാണ്, വിദേശ ശക്തികളുടെ ഇടപെടലാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 3ാമത്തെ തെരഞ്ഞെടുപ്പിൻ്റെ റിഹേഴ്സലിലും പരാജയം തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. ഇവിടെ CPI ഉന്നയിക്കുന്നത് പ്രശ്നങ്ങൾ നമ്മൾ നോക്കാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് CPM തർക്കം എന്ന് വേണ്ട. അതിപ്പോൾ മാവോയിസ്റ്റ് ഗൂഢാലോചന മുതൽ മൂന്നാർ വരെ എത്തി നിൽക്കുന്ന വിഷയങ്ങൾ എടുക്കുക. ഈ വിഷയങ്ങളിൽ CPI ഉന്നയിക്കുന്നത് ഏതാണ് ഇടതുപക്ഷ വിരുദ്ധ നിലപാട് എന്ന് CPM പറയണ്ടേ?
അങ്ങനെ പറഞ്ഞാലേ അത് കറക്റ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഇല്ലല്ലോ. ഇപ്പോൾ രമൺ ശ്രീവാസ്തവയുടെ വിഷയത്തിൽ അദ്ദേഹം ചോദിച്ചു, ആതിരപ്പള്ളിയുടെ വിഷയത്തിൽ, അതുപോലെ മൂന്നാറിൻ്റെ വിഷയത്തിൽ, ഇതിലെവിടെയാണ് ഇടതുപക്ഷ വിരുദ്ധ നിലപാട്? പ്രതിപക്ഷം അത് പറയുന്നുള്ളത് ശരി. ഒരു ഗവൺമെൻറ് തെറ്റുപറ്റിയാൽ പ്രതിപക്ഷത്തിലുള്ള എല്ലാ കക്ഷികളും അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ച് ഒരേ അഭിപ്രായം അത് ഗവൺമെൻറ് എതിർക്കും. അത് ന്യായമാണ്, ജനാധിപത്യത്തിൽ അത് സാധ്യതയാണ്. പക്ഷേ അവിടെ കാണുമ്പോൾ ഇതിൽ ഏതാണ് ഇടതുപക്ഷ അജണ്ട, ഏതാണ് ഇടതുപക്ഷ വിരുദ്ധ അജണ്ട എന്നാണ് ചർച്ച ചെയ്യേണ്ടത്. ആ ചർച്ച വരുമ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, CPI അംഗീകരിച്ചാലും ഇതൊക്കെ എല്ലാം ശരിയാണെന്ന് CPI അംഗീകരിച്ചാലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ മഹിജയോട് ചെയ്തത് ശരിയാണെന്ന് നാളെ CPI വാദത്തിന് വേണ്ടി അംഗീകരിച്ചു എന്ന് തന്നെ വയ്ക്കുക. അങ്ങനെ ചെയ്താലും പൊതുസമൂഹത്തിന് മുമ്പിൽ അത് നിൽക്കുകയല്ലേ. അതുകൊണ്ട് ഇടതുപക്ഷ അജണ്ട എന്ന് പറയുന്നത് കേവലമായ CPI CPM തർക്കമല്ല. അത് ഇവർ മുൻപോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിന് നേരിട്ടൊരു അജണ്ടയാണ്. ആ അജണ്ടയ്ക്കകത്ത് ഏതെങ്കിലും വിഷയത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ ചോദിക്കാൻ അതിലെ ഘടകകക്ഷിക്ക് അവകാശമുണ്ട്. അതിലുപരി പുറത്തു നിൽക്കുന്ന ഏത് പൗരനും അവകാശമുണ്ട്. ആ അവകാശത്തെയാണ് ഇപ്പം നുഴഞ്ഞുകയറ്റമായും അല്ലെങ്കിൽ ഇടപെടലായും ഒക്കെ ചിത്രീകരിക്കുന്നത്. SUCIക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കക്ഷിക്കോ ഈ സമരത്തിൽ ഇടപെട്ടുകൂടെ? ഷാജഹാനോ എനിക്കോ വഴി നിൽക്കുന്നവർക്കോ? മനോജ് പറയുന്നത് സത്യൻ മൊകേരി, ഈ ഗ്രാൻഡ് മാസ്റ്റർ ഡിസൈൻ എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണം ഇതിനെ CPI പിന്തുണയ്ക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാരിനെ ദുർബലമാക്കുന്ന ഒരു തീരുമാനം കൂടിയാകും അത് CPIയുടേത്. CPMന് ആ ഒരു ആരോപണവും ഉന്നയിക്കേണ്ടി വരും. ഈ ഗ്രാൻഡ് മാസ്റ്റർ ഡിസൈൻ എന്തുകൊണ്ടാണ് തീരെ ദഹിക്കാതെ പോകുന്നത് CPIക്ക്? ഗ്രാൻഡ് മാസ്റ്റർ ഡിസൈൻ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പിടികിട്ടുന്നില്ല. ഇവിടെ വരുന്ന ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. ആ അഡ്രസ്സ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങളെ അണിനിരത്തി അതിനെതിരായി ഉയർന്നു വന്ന വെല്ലുവിളികളെ നേരിടണം. അതായത് ശ്രീ സത്യൻ മൊകേരി, കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് പോലെയുള്ള ഗ്രാൻഡ് മാസ്റ്റർ ഡിസൈൻ ബോധ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി കാവി സംഘവുമായി സഹകരിച്ചു എന്നതും ബൂർഷ്വാ മാധ്യമങ്ങൾ അസാധാരണമായ രീതിയിൽ അതിനോട് ചാഞ്ഞു എന്നുള്ളതും പോലീസിനെ പഴിപറഞ്ഞ് LDF സർക്കാരിനെ ന്യൂനപക്ഷ വിരുദ്ധമെന്നും പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന സംവിധാനമാണെന്ന് വരുത്തുവാനും ശ്രമിച്ചു എന്നുള്ളതും ഇതാണല്ലോ ഗ്രാൻഡ് മാസ്റ്റർ ഡിസൈൻ. ഇതിനെ CPI അംഗീകരിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരായി ആസൂത്രിതമായ നീക്കങ്ങൾ രാജ്യത്തിൻ്റെ പല മേഖലകളിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ നടക്കുന്നുണ്ട്, ബംഗാളിൽ നടന്നിട്ടുണ്ട്. ആ നീക്കങ്ങളെ ജാഗ്രതയോടുകൂടി തടയണമെങ്കിൽ ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണം. ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ഈ ശക്തികൾക്കെതിരായ ജനങ്ങളെ അണിനിരത്താൻ കഴിയുള്ളൂ. അതിൽ ദുർബലപ്പെട്ട് കഴിഞ്ഞാൽ ഈ ശക്തികളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതാണ് CPIയുടെ നിലപാട്. ഒന്ന്, ഇവിടെ ഈ BJP കോൺഗ്രസ് അല്ല, ഇവിടെ ഈ BJPയും കോൺഗ്രസും ചേർന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി കാവി സംഘവുമായി സഹകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആസൂത്രിതമായ നീക്കം നടത്തിയിരിക്കുന്നത് എന്നത് ബോധ്യപ്പെടുന്നില്ല CPIക്ക്. അത് തന്നെയല്ലേ തുറന്നു പറഞ്ഞാൽ? അല്ലല്ല, കേരളത്തിനകത്ത് BJPയും കോൺഗ്രസും പല മേഖലകളിലും യോജിക്കുന്നുണ്ട്. കോൺഗ്രസും ലീഗും BJP യോജിച്ചിട്ടുണ്ട് LDFനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി. പല പ്രശ്നങ്ങളിലും LDFനെതിരായി BJPയും കോൺഗ്രസും യോജിക്കുന്നുണ്ട്. LDFനെ കോർണർ ചെയ്യുന്നതിന് വേണ്ടി, LDFനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നീക്കങ്ങൾ നടക്കുമ്പോൾ അതിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടുത്തണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഉയർത്തിപ്പിടിക്കണം. ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ BJPയും കോൺഗ്രസും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ കഴിയുകയുള്ളൂ. അത് ദുർബലപ്പെടുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ദുർബലപ്പെടുമ്പോൾ, ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾ ദുർബലപ്പെടുമ്പോൾ, അത് ഉയർത്തിപ്പിടിക്കുന്നതിൽ വീഴ്ച വരുമ്പോൾ UDFും BJPയും ശക്തിപ്പെടും. അതാണ് ബംഗാളിലുണ്ടായത്. ബംഗാളിലെ തിരിച്ചടിക്ക് കാരണം ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ദുർബലപ്പെട്ടു. അപ്പോൾ അവിടെ തൃണമൂലും അതുപോലുള്ള പിന്തിരിപ്പൻ ശക്തികൾ ഉയർന്നു വന്നു. കേരളത്തിൽ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷ ആശയങ്ങളിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ വളരെ കരുത്തുള്ള പ്രതിപക്ഷമുണ്ട്. BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, UDF ഉണ്ട്. അവർക്ക് സഹായകരമായ നിലപാടാണ് LDFന്റെ നയത്തിൽ ചോർച്ചയുണ്ടാകുന്നതിലൂടെ സംഭവിക്കുന്നത്. അത് ഉണ്ടാകാൻ പാടില്ല. അതായത് ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ മറുപറ്റി LDF സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള വെല്ലുവിളികളെ നേരിടണമെങ്കിൽ ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ സമരത്തിന് മറുപറ്റി LDF സർക്കാരിനെ ദുർബലപ്പെടുത്തുവാനുള്ള ഗ്രാൻഡ് മാസ്റ്റർ ഡിസൈനെ മനസ്സിലാകാതെ ഉള്ളൂ CPIക്ക്. മറിച്ച് മറ്റ് പല തലങ്ങളിലും ഇത്തരമൊരു ഗൂഢാലോചന നടക്കുന്നതും LDF സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതും CPIക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.
ഓരോ സന്ദർഭത്തിലും LDF-നെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഏത് വിഷയങ്ങൾ വരുമ്പോഴും ആ വിഷയത്തെ ഉപയോഗിച്ചുകൊണ്ട് LDF-നെ ദുർബലപ്പെടുത്താൻ കേരളത്തിലെ പ്രതിപക്ഷങ്ങൾ, അത് കരുത്തുള്ള പ്രതിപക്ഷമാണ്. UDF ആവട്ടെ BJP ആവട്ടെ കരുത്തുള്ള പ്രതിപക്ഷങ്ങളാണ്, കരുത്തുള്ള ശക്തികളാണ്. അവർക്ക് അങ്ങനെ മുന്നോട്ട് വരാൻ ഇടം നൽകുന്ന സമീപനങ്ങൾ LDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. LDF-ന്റെ നയം ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇടം ഉണ്ടാവില്ല. മനസ്സിലാക്കാനുള്ളത് കേരളത്തിലെ പൊതുസമൂഹം ഈ CPI-യുടെയും ഈ ചലനങ്ങൾ അനുസരിച്ച് നീങ്ങുന്ന ആളുകളല്ല. അവർ ചിന്താശക്തിയുള്ളവരാണ്, പ്രതികരണ ശേഷിയുള്ളവരാണ്. ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, എല്ലാ ദിവസവും ഈ കഴിഞ്ഞ 10 മാസക്കാലത്ത് പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഇവരെടുക്കുന്ന നിലപാടുകളാണോ പൊതുസമൂഹത്തിനുള്ളത്? അല്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം. ഓരോ ദിവസവും ഈ ഉളുപ്പില്ലായ്മയുടെ ഊരാളന്മാരായി മാറുകയാണ് ഈ ഗവൺമെന്റ്. ജനകീയ ജനാധിപത്യം എന്നുള്ള രീതിയിൽ സ്വേച്ഛാധിപത്യമാണ് നടപ്പിലാക്കുന്നത്. ഇത് പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ BJP പറഞ്ഞതുകൊണ്ടോ മറ്റേതെങ്കിലും ആളുകളെ വിമർശിച്ചതുകൊണ്ടോ കാര്യമില്ല. സ്വയം ചികിത്സയ്ക്ക് തയ്യാറാകണം. സത്യൻ മുഖേരി കേരളത്തിലെ ഒറ്റ മിനിറ്റ്. സത്യൻ മുഖേരി, ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിക്കെതിരെ ഒരു ചുക്കും കേരളത്തിൽ ചെയ്യുന്നില്ല. ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നത്. ഓരോന്നിടത്തും നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ ശരിവെക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ പൊതുജന സമൂഹം അംഗീകരിക്കുന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങളാണ്. അതിൽ നിങ്ങളുടെ ഔദാര്യമൊന്നും പ്രതിപക്ഷത്തിന് ആവശ്യമില്ല. ഞങ്ങൾ ഈ ഗവൺമെന്റ് കഴിഞ്ഞ 10 മാസക്കാലത്ത് ഓരോ ചെയ്തിക്കെതിരെയും പ്രതികരിച്ചിട്ടുണ്ട്. സമയമില്ല, അതുകൊണ്ടാണ് സമയമില്ല. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനി ഇടവേളയ്ക്ക് ശേഷം ധീം തരികെടുത്തു.